ചില ആളുകളെ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അവർ തളരില്ല. പരാജയങ്ങൾ വന്നാലും അവർ വീണ്ടും എഴുന്നേൽക്കുന്നു. ആര് വിമർശിച്ചാലും അവർ ശാന്തമായി മുന്നോട്ട് പോകുന്നു. അവർക്ക് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അവരുടെ മനസ്സ് ശക്തമായതുകൊണ്ടാണ്. ഇന്നത്തെ ലോകത്ത് പണം, വിദ്യാഭ്യാസം, സൗന്ദര്യം, കഴിവ് ഇതിനേക്കാളൊക്കെ വിലപ്പെട്ട മറ്റൊരു സമ്പത്തുണ്ട്. അതാണ് മെൻ്റൽ സ്ട്രെങ്ത്, നമ്മുടെ മനസ്സിൻ്റെ കരുത്ത്. മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും കരയാതിരിക്കലോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരിക്കലോ ഒന്നുമല്ല. കരഞ്ഞാലും പരാജയപ്പെട്ടാലും വേദനിച്ചാലും ഒക്കെ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ ശക്തി. ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന, മനസ്സിന് കരുത്തേകുന്ന, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 4 കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കൂടുതൽ സമാധാനത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥിരതയുള്ള മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷം മാത്രം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സന്തോഷവും സങ്കടവും വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. ചില ദിവസങ്ങൾ നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ നടക്കും. എന്നാൽ മറ്റു ചില ദിവസങ്ങൾ ഒട്ടും ശരിയാകില്ല. പക്ഷെ പ്രശ്നം എന്തെങ്കിലും സംഭവിക്കുന്നതല്ല, ആ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. പലരും ചെയ്യുന്ന വലിയൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ പ്രശ്നം വന്നാൽ എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ ഒരു ചെറിയ വിജയം വന്നാൽ ഇനി എനിക്ക് തോൽവിയില്ല എന്നങ്ങ് വിശ്വസിക്കും. ഈ 2 ചിന്തകളും അപകടകരമാണ്. മനസ്സിൻ്റെ സ്വഭാവം ഒരു കടൽ പോലെയാണ്. കാറ്റ് വന്നാൽ തിരമാലകൾ ഉണ്ടാകും, പക്ഷേ കടലിൻ്റെ ആഴം എപ്പോഴും ശാന്തമായിരിക്കും. അതുപോലെയാണ് നമ്മുടെ മനസ്സും. പുറത്തുള്ള സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, പക്ഷേ ഉള്ളിലെ മനസ്സ് സ്ഥിരതയുള്ളതായിരിക്കണം. നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നതാണ്. അപകടമോ വിമർശനമോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ വേഗം പ്രതികരിക്കും. എന്നാൽ സ്ഥിരമായി മെഡിറ്റേഷനോ മൈൻഡ്ഫുൾനെസ്സോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം കൂടുതൽ സജീവമാകുന്നു. ഇത് നമ്മളെ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ശാന്തരായ ആളുകൾ അല്ലെങ്കിൽ മെഡിറ്റേഷനോ മൈൻഡ്ഫുൾനെസ്സോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളെ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നതും വളരെ ശാന്തമായി ജീവിതത്തിലെ ആ പ്രശ്നത്തെ, ആ നിമിഷത്തെ പരിഹരിക്കാൻ കഴിയുന്നതും. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക എന്നല്ല, പക്ഷെ പ്രശ്നങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതി മാറും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് കയർത്ത് സംസാരിച്ചാൽ പെട്ടെന്ന് തിരിച്ചടിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അതുപോലെ തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കണം എന്ന് തോന്നും. എന്നാൽ ഒരു 5 സെക്കൻഡ് നിങ്ങളൊന്ന് സൈലൻ്റായിട്ട് നിന്നാൽ ആ ഒരു ഇമോഷൻ, ആ ഒരു ദേഷ്യം കുറയും. അതാണ് സെൽഫ് അവെയർനെസ്. ഇനി ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ദിവസവും 10 മിനിറ്റെങ്കിലും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇമോഷൻസ് വരുന്ന അപ്പം തന്നെ പ്രതികരിക്കാതെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ശാന്തമായി ചിന്തിക്കുക. ഒന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, റെസിലിയൻസ് ഉണ്ടാക്കുക എന്നതാണ്. അതായത് ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ മറികടന്ന് വരാനുള്ള ഒരു കഴിവ്. ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചിലർ ഒരു പരാജയത്തിൽ അങ്ങ് തകർന്നു പോകും. പക്ഷെ മറ്റു ചിലർ ആ പരാജയത്തെ ഒരു പാഠമാക്കി മാറ്റും. ഒരു റബ്ബർ പന്ത് നിലത്തടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അത് വീണ്ടും മുകളിലേക്ക് ഉയരും, ശരിയല്ലേ? അതുപോലെ തന്നെ ജീവിതവും നമ്മെ താഴോട്ടിടും, പക്ഷെ വീണ്ടും ഉയർന്നു വരാനുള്ള കഴിവാണ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുന്നോട്ട് പോകാനുള്ള മനോഭാവമാണ്. ഇതിന് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതാണ്, പറ്റാത്ത കാര്യങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ റിയാക്ഷൻസ്, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങൾ, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ കാലാവസ്ഥയോ ചുറ്റുപാടുകളോ അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി കഴിഞ്ഞുപോയ പാസ്റ്റ് ലൈഫോ, മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്തകളും, ഇതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് തല പോച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. പലരും ജീവിതം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഒരു പരാജയം വരുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ ചോദ്യങ്ങളൊന്ന് ചോദിച്ചു നോക്കുക.
ഈ പ്രശ്നം എൻ്റെ നിയന്ത്രണത്തിലുള്ളതാണോ? അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ഇതിനെ എങ്ങനെയാണ് ഞാൻ ഓവർകം ചെയ്യേണ്ടത് എന്നാലോചിച്ച് നോക്കുക. ഓരോ പരാജയം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അധ്യാപകനാണ്. പുതിയ അനുഭവങ്ങളിലൂടെ പുതിയ ചിന്താരീതികൾ സൃഷ്ടിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയും. ഓരോ തവണയും നിങ്ങളൊരു പ്രശ്നത്തെ ശാന്തമായി നേരിടുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം സെൽഫ് ലവും സെൽഫ് കമ്പാഷനും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പലരും സെൽഫ് ലവ് എന്നത് സ്വാർത്ഥതയായിട്ടാണ് കരുതുന്നത്. പക്ഷെ അത് തെറ്റാണ്. സെൽഫ് ലവ് എന്നത് സ്വയം ബഹുമാനിക്കുക, സ്വന്തം തെറ്റുകൾ ക്ഷമിക്കുക, സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുക, സ്വന്തം മനസ്സിനോട് വളരെ സൗമ്യമായി സംസാരിക്കുക, ഇതൊക്കെയാണ്. ഒരു സുഹൃത്ത് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ആശ്വസിപ്പിക്കും. പക്ഷെ ആ തെറ്റ് നിങ്ങൾ സ്വയം ചെയ്താൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുകയാണ് ചെയ്യാറ്. ശരിയല്ലേ? ഇത് സെൽഫ് കമ്പാഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ സെൽഫ് ടോക്ക് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കുന്നത്. പല പഠനങ്ങളും പറയുന്നത് സെൽഫ് കമ്പാഷൻ കാണിക്കുന്ന ആളുകൾക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനും കുറവാണെന്നും അവർക്ക് മോട്ടിവേഷൻ കൂടുതലാണെന്നുമാണ്. കാരണം അവർ തെറ്റുകളെ ജീവിതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ മാത്രം കാണുന്നു. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എല്ലാ ദിവസവും ഒഴിവാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എപ്പോഴും ഒരു ദുർഗന്ധം ഉണ്ടാവും. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും. ഓരോ ദിവസവും ചെറിയ ചെറിയ നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ശേഖരിക്കപ്പെടുന്നു. അവ പുറത്തേക്ക് കളഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം ചെറിയ കാര്യം പോലും വലിയൊരു പൊട്ടിത്തെറിയാകും. അതുകൊണ്ട് ദിവസവും നമ്മുടെ മനസ്സിൻ്റെ ഡസ്റ്റ്ബിൻ കാലിയാക്കണം. അതിനെയാണ് മെൻ്റൽ ഡസ്റ്റ്ബിൻ തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ചുരുങ്ങിയതൊരു 10 മിനിറ്റെങ്കിലും പോസിറ്റീവായി സ്വയം സംസാരിക്കുക. ഒരു ജേണൽ എഴുതുകയോ കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ആവാം. ഇതാണ് മനസ്സിൻ്റെ ഗാർബേജ് കളക്ഷൻ. ഇതൊക്കെ നമ്മുടെ തലച്ചോറിനെ പോസിറ്റീവായിരിക്കാൻ പരിശീലിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം നല്ല ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക എന്നതാണ്. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരി ആയിരിക്കും നിങ്ങളുടെ സ്വഭാവം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും നമ്മൾ ഇടപെടുന്ന ആളുകളും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റത്തെയും വളരെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ എല്ലായ്പ്പോഴും പരാതി പറയുന്നവരും മറ്റുള്ളവരെ വിമർശിക്കുന്നവരും നിങ്ങൾക്കത് കഴിയില്ല എന്ന് പറയുന്നവരും ഒക്കെ ആണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിലും അതേ ചിന്തകൾ തന്നെ വളരാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങളുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺസ് എന്ന പ്രത്യേകതരം നാഡീകോശങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. മറ്റുള്ളവരുടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ അറിയാതെ തന്നെ അനുകരിക്കാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഒരാളുടെ ചിരി മറ്റൊരാളിലേക്ക് പകരുന്നതും ഒരാളുടെ ഭയം മറ്റൊരാളെ അസ്വസ്ഥരാക്കുന്നതും. അതേസമയം നിങ്ങളുടെ ചുറ്റുമുള്ളവർ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുന്നവരും പോസിറ്റീവായി ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾക്കും പതിയെ അതേ മനോഭാവം വളരാൻ തുടങ്ങും. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പോസിറ്റീവ് ആളുകൾ എന്നത് എപ്പോഴും ചിരിക്കുന്നവരോ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തവരോ അല്ല. യഥാർത്ഥത്തിൽ പോസിറ്റീവ് ആളുകൾ എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവയുടെ പരിഹാരം അന്വേഷിക്കുന്നവരാണ്. അവർ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, പക്ഷെ അതൊരിക്കലും നിങ്ങളെ തളർത്താനോ തകർക്കാനോ അല്ല, നിങ്ങളുടെ വളർച്ചയിൽ സഹായിക്കാനാണ്. അവർ നിങ്ങളെ വിമർശിക്കുമ്പോഴും അത് സ്നേഹത്തോടെയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുമുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കൾ, നല്ല പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മെൻറ്റർമാർ. കാരണം എപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ളത് മനുഷ്യർ മാത്രമാവണമെന്നില്ല. നിങ്ങൾ ദിവസവും കാണുന്ന സോഷ്യൽ മീഡിയ കണ്ടൻറ്റും നിങ്ങളുടെ ചുറ്റുപാടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ദിവസവും എന്താണ് നിങ്ങൾ കാണുന്നത്, ആരെയാണ് നിങ്ങൾ കേൾക്കുന്നത്, ആരോടൊപ്പമാണ് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. നമ്മുടെ മനസ്സിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ശക്തി എന്നൊക്കെ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാവുന്ന ഒന്നല്ല. അത് നമ്മൾ ദിവസേന ശീലിക്കുന്ന ചെറിയ ശീലങ്ങളുടെ ഫലമാണ്. ഇന്ന് മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഓർക്കുക, ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് പുറത്തല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ യുദ്ധത്തിൽ ജയിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. നിങ്ങൾ ശക്തരാകുന്നത് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോഴാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ ഇന്നു മുതൽ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ശാസ്ത്രീയമായ സെൽഫ് ഗ്രോത്ത് വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ മൈൻഡ്ഫുൾ ആൻഡ് സ്റ്റേ മെൻ്റലി സ്ട്രോങ്.